ഈ 3 കാരണങ്ങളും വെച്ച് അപേക്ഷ നിരസിക്കാൻ പാടില്ലെന്ന് ആമുഖമായി പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ LLMC റിപ്പോർട്ട് എന്ന് പറയുന്നത് പരിഗണിക്കേണ്ടതില്ല എന്ന് കോടതി പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അവർ തീരുമാനമെടുത്ത അവരുടെ റിപ്പോർട്ട് ഒരിക്കലും അവർക്ക് അനുകൂലമാകും, ഇമ്പാർഷ്യലായിരിക്കില്ല, പാർഷ്യലായിരിക്കും. രണ്ടാമത്തെ കാര്യം, LLMCയുടെ അധികാര പരിധി ഡാറ്റ ബാങ്ക് ഉണ്ടാക്കിയോട് കഴിഞ്ഞു. ഇനി RDOയ്ക്കാണ് അധികാര പരിധി വരുന്നത്, അല്ലെങ്കിൽ സബ് കളക്ടർക്കോ ഡെപ്യൂട്ടി കളക്ടർക്കോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും LLMC റിപ്പോർട്ടിന് പ്രാമുഖ്യം ഇല്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തോടുണ്ട് അല്ലെങ്കിൽ വെള്ളക്കെട്ടുണ്ട്, താഴ്ന്നു കിടക്കുന്ന ഭൂമിയാണ്, ഇതൊന്നും ഒരു കാരണവശാലും നിലമായി വരില്ല എന്ന് സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് അവർ നിരസിക്കേണ്ട കാര്യമില്ല. നിരസിച്ചാൽ കുറച്ച് കാലതാമസം നേരിടുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊന്നും നിരസിക്കാനുള്ള, ഭൂമി തരമാറ്റം അല്ലെങ്കിൽ ഡാറ്റ ബാങ്കിൽ നിന്ന് ഒഴിവാക്കൽ അപേക്ഷകൾ നിരസിക്കാനുള്ള കാരണമല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. നിയാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ കോടതി വാൺ ചെയ്തിട്ടുണ്ട് ഇത്തരം രീതിയിൽ ഓർഡർ ഇടരുതെന്നും അതുകൊണ്ട് പുതിയ ഓർഡർ പാസ്സാക്കിക്കൊള്ളണമെന്നും ഓർഡർ ഇട്ടിട്ടുണ്ട്.